പ്രമേഹത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദമാക്കാമോ? പ്രമേഹത്തിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാടത്ത് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നെൽകൃഷി നശിക്കും എന്ന് പറയുന്നത് പോലെ രക്തത്തിൽ അമിതമായിട്ട് നിലനിൽക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ശരീരത്തിനെ മൊത്തത്തിൽ തന്നെ തച്ച് തകർക്കും. ആ ഒരു കാര്യം പലർക്കും അറിയില്ല. നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. അതായത് കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണ്? പ്രകാശം വന്ന് റെറ്റിന എന്ന് പറയുന്നൊരു പാളിയിൽ പതിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ആ പാളി ഇളകി വീഴും. അതിന് നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരംഭ ദിശയിലൊക്കെ ആണെങ്കിൽ ലേസർ രശ്മികളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നീട് അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൃക്ക. ഒരു പുരുഷന് 6 ലിറ്റർ രക്തമുണ്ട് എങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 6 ലിറ്റർ രക്തം 30 തവണ വൃക്കകളിലൂടെ കയറിയിറങ്ങും. അതായത് 180 ലിറ്റർ രക്തമാണ് വൃക്കകൾ ഒരു ദിവസം ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വൃക്കകളിലെ അതിസൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശം സംഭവിക്കുന്നു. പലരും പറയാറുണ്ട് പ്രമേഹത്തിന് ഗുളിക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നു. നേരെ തിരിച്ചാണ് വാസ്തവം. കഴിക്കാതിരുന്നാൽ ആദ്യം ബാധിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് വൃക്കയാണ്. ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ നിശബ്ദമായിട്ട് വരുന്ന ഹൃദയാഘാതം, സൈലൻറ്റ് MI എന്ന് പറയും. നമ്മളൊന്നും അറിയത്തില്ല. കാരണം സാധാരണഗതിയിൽ നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേദന എടുത്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാണിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ വേദന അറിയത്തില്ല. ആൾക്കാർ നോക്കുമ്പോൾ ഒരാൾ വെറുതെ ഇരുന്നിങ്ങനെ വിയർക്കുന്നു. അത് പിന്നെ പ്രമേഹ രോഗികൾ സാധാരണത്തിൽ വിയർക്കുമല്ലോ, നമ്മൾ അങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ഉള്ളിൽ കാര്യം വലിയൊരു ബുദ്ധിമുട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രക്തത്തിലെ അനുവദനീയമായ അളവിലും മുകളിലേക്ക് ഗ്ലൂക്കോസ് കയറി പോകുമ്പോൾ എളുപ്പത്തിൽ രോഗബാധയുണ്ടാകും. അത് രോഗാണുക്കൾക്ക് വളരാൻ പറ്റിയ ഒരു വളമാണ് ഈ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ്. രോഗപ്രതിരോധ ശക്തിയും കുറയും. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രമേഹബാധിതരുടെ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഉണങ്ങാൻ ആഴ്ചകളും മാസങ്ങളൊക്കെ എടുക്കും. ചില കേസുകളിൽ ജീവൻ നിലനിർത്താൻ ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവരുടെ കൈകാലുകൾക്കൊക്കെ പെരുപ്പ് വരും. കാരണം നാഡികളുടെ പുറത്തുകൂടെ പോകുന്നൊരു ആവരണമുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇളകിപ്പോയി കഴിഞ്ഞാൽ ഒരുമാതിരി കറണ്ട് അടിക്കുന്നത് പോലുള്ളൊരു ഫീലും മരവലും അവർക്ക് അനുഭവപ്പെടും. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിലെ മിക്കവാറും എല്ലാ അവയവങ്ങളും, അതോടൊപ്പം തന്നെ അർബുദ സാധ്യത, ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടെ ഈ പറയുന്ന പ്രമേഹം നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ബാധിക്കാത്ത അവയവങ്ങളൊന്നും തന്നെയില്ല. എല്ലാ അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യും. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മാറാനും ബുദ്ധിമുട്ടെടുക്കും. ഇതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ. പ്രമേഹ രോഗമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന അനുബന്ധ രോഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങൾ അഥവാ മെറ്റബോളിക് സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയാണ്. അപ്പോൾ പ്രമേഹബാധിതനായ ഒരു വ്യക്തിക്ക് പിന്നീട് രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് ഇത് മൂന്നും ഉണ്ടാകും. ഇതാണ് ഈ അനുബന്ധ രോഗങ്ങൾ എന്ന് പറയുന്നത്.